നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ ഷെയർ ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ്റെ വിലയുണ്ട്. പ്രശാന്താണ്. ഇത് വളരെ സങ്കടപ്പെട്ട ഒരു വാർത്ത എൻ്റെ ജീവിതത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നത്. ഞങ്ങളുടെ കൂടെ ഒരുപാട് പണിയെടുത്ത ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഇന്ന് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട് ഒന്നാകെ ഞങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. കാരണം കുടുംബത്തിന് അത്താണിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കിഡ്നി മാറ്റി വെക്കാനുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യണം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ്, വാർഡ് മെമ്പറുണ്ട്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ നാടൊന്നാകെ നമ്മളെ അനിരുദ്ധന് വേണ്ടി കൂടെ നിൽക്കുന്നു. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കരിമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ. കരിമല്ലൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ 6-ാം വാർഡിൽ അനിരുദ്ധൻ, 54 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ, ഇരുവൃക്കകളും തകരാറിലായി കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിന് ആകെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ്. 2 മക്കളും ഭാര്യയും അമ്മയും അടങ്ങുന്നതാണ് കുടുംബം. ഈ ചികിത്സാ സഹായത്തിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് അനിരുദ്ധൻ്റെ ചികിത്സക്ക് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ കരിമല്ലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് മെമ്പർ ബീന ബാബുവാണ്. അനിരുദ്ധനെയും കുടുംബത്തെയും എനിക്ക് വളരെ നേരത്തെ പരിചയമുള്ളതാണ്. അനിരുദ്ധന് ഭാര്യയും 2 ചെറിയ കുട്ടികളും അമ്മയുള്ളതാണ്. അനിരുദ്ധൻ പണിയെടുത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്ന അവസ്ഥയിലായിരുന്നു അവരുടെ കുടുംബം. ആ ഇടയ്ക്കാണ് അനിരുദ്ധന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. 2 വൃക്കകളും തകരാറിലാണ്. നമുക്ക് അതിൻ്റെ എല്ലാ ചിലവും കൂടെ 50 ലക്ഷം രൂപയോളം വരും. പക്ഷേ അനിരുദ്ധനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിവൃത്തിയില്ലാത്തതാണ്. ഡയാലിസിസ് തന്നെ ചെയ്യുന്നത് മറ്റുള്ള ആളുകളുടെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാം ഇത് ഷെയർ ചെയ്യുകയും അതോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ലൈജു, കരിമല്ലൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ KS അനിരുദ്ധൻ ഒരു വൃക്ക രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റെയും വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഒരു KS അനിരുദ്ധൻ ചികിത്സാ സഹായ സമിതി എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേതൃത്വത്തിൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെ പരിപാടിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് KS അനിരുദ്ധൻ്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞാനിവിടെ കരുമാലൂർ സ്നേഹദീപം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. എനിക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അനിരുദ്ധൻ. കഴിഞ്ഞ 2018 പ്രളയത്തിൽ നമ്മളുടെ വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണിപ്പോൾ. ഇവിടെ 2 വൃക്കങ്ങൾ തകരാറിലായ ഒരു സിറ്റുവേഷനാണ്. അതിന് ഒരു ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം. ഇത് ഒരു ചാരിറ്റി പ്രോഗ്രാം ആണെന്നുള്ള കാര്യം എല്ലാവരും അറിയണം. എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മുടെ അനിരുദ്ധൻ. ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. വളരെ മോശം അവസ്ഥയിലുള്ളൊരു കുടുംബമാണ്. സാമ്പത്തികമായി യാതൊരു തരത്തിലുള്ള ഇതും ഇല്ലാത്തതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം വേണം. ഇത് അനിരുദ്ധൻ. അതുപോലെ തന്നെ മകള് വളരെ ചെറിയൊരു കുട്ടിയാണ്, പഠിക്കുന്നത്. ഭാര്യയാണെങ്കിൽ വീട്ടിൽ ഉള്ള ആളാണ്, വീട്ടിൽ വേറെ ഒരു ജോലിയില്ല. അമ്മയാണെങ്കിൽ തീരെ സുഖമില്ലാത്തൊരു രീതിയിലാണ്. പിന്നെ ഒരു ചെറിയ മകനും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ കുടുംബത്തിനെ എല്ലാ രീതിയിലും നിങ്ങൾ സഹായിക്കണം. എനിക്ക് വേറെ സഹായമൊന്നുമില്ല, വേറെ വഴികളൊന്നുമില്ല. ഇത് ചെയ്യാൻ നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ചാണ് ഞങ്ങളുടെ കുടുംബം പോകുന്നത്. എങ്ങനെയെങ്കിലും എല്ലാവരും സഹകരിച്ച് അവൻ്റെ അസുഖത്തിനൊരു ഇത് കാണണമെന്ന് വിചാരിക്കണം.